പാലക്കാട് ആനക്കരയിൽ ഫോൺ പിടിച്ച വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനെ കൊല്ലുമെന്ന് പറഞ്ഞ വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് എല്ലായിടത്തും നടക്കുന്ന സംഭവം തന്നെയാണ്. പല വീടുകളിൽ നടക്കുന്നുണ്ട്, അതൊന്നും പുറത്തു വരുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ യഥാർത്ഥ വശം അറിയണമെങ്കിൽ ഉമ്മമാരോട് ചോദിച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ കിട്ടാത്തതിൻ്റെ കോലാഹലം പല വീടുകളിലും കണ്ടുവരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഇതിനെ പല ഘട്ടങ്ങളിലായി നിയന്ത്രിക്കാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് 4 വഴികളാണുള്ളത്. ഞാൻ റാഷിദ് വാഫി, സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീക്കർ. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ ഫോൺ അഡിക്ഷൻ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ രക്ഷിതാക്കളാണ്. ചെറുപ്രായത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വികൃതി കാണിക്കുമ്പോഴോ അവർക്ക് നേരെ ഫോൺ എടുത്തു കൊടുക്കും. അത് പിന്നെ ഒരു അഡിക്ഷനായി മാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. അതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഒന്നാമത്തെ വഴി, ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യ തവണ തന്നെ ഫോൺ ചോദിക്കുമ്പോൾ അത് ഫോൺ വാങ്ങുക. അപ്പോൾ കുട്ടികൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും. ചിലർ കരയും, അക്രമം കാണിക്കും. ഇത് കണ്ടൊന്നും നിങ്ങളുടെ മനസ്സലിയരുത്. നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. ആ സമയത്ത് അവരെ മറ്റു കളികളിലേക്കോ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നോക്കുക. അങ്ങനെ ഒരു 6-7 ദിവസം പോകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും, ഇനി ഫോൺ ചോദിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഇനി അത് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർ തന്നെ അതിൽ നിന്ന് പിന്നോട്ടടിക്കും. വീണ്ടും നമ്മൾ കൊടുത്ത് അവരെ ശീലമാക്കരുത് എന്ന് മാത്രം. രണ്ടാമതായി, 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ്. ഇവർക്ക് ഈ സമയത്ത് വാശിയും കൂടുതൽ ആഗ്രഹങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് വിചാരിച്ച് നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവരെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അവരെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആ താല്പര്യത്തിലേക്ക് കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമുകൾ സെറ്റ് ചെയ്യുക. വീട്ടിലെ കുട്ടികളുമായി പല പ്രോഗ്രാമുകളും സെറ്റ് ചെയ്യുക. അതിനുള്ള സമ്മാനങ്ങൾ നൽകുക. അങ്ങനെ പതുക്കെ അവരെ ഫോണിൽ നിന്ന് മാറ്റാൻ സാധിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും, ഫോണൊന്നുമല്ല വലിയ കാര്യം, അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ സമയം നിശ്ചയിച്ചു കൊടുക്കണം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം ഫോണിൽ കളിക്കാം, അതിനുശേഷം ഫോൺ തരില്ല, അതിനുശേഷം ഫുള്ള് പഠനം. ഇങ്ങനെ കൃത്യമായ ഒരു പ്രോട്ടോക്കോളോട് മാത്രം നീങ്ങുക. അങ്ങനെയാകുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മൂന്നാമതായി, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കാര്യമാണ്. ആദ്യം അവരുടെ സപ്പോർട്ട് കൂടി നമുക്ക് വേണം. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കി കൊടുക്കുക. അതിനുശേഷമേ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് തീരെ ഫോൺ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു നടക്കുന്ന കാര്യം തന്നെയല്ല. അതിന് അവർക്ക് 2.5 മണിക്കൂർ സമയം മാറ്റി വെക്കുക. അത് എങ്ങനെയാണ് 2.5 മണിക്കൂർ സമയം അവർ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഇന്ന് ആപ്ലിക്കേഷൻസുകൾ അവൈലബിൾ ആണ്. ഏത് ആപ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏത് സ്ഥലങ്ങളിലാണ്, ഏത് പ്ലാറ്റ്ഫോമുകളിലാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഇങ്ങനെയൊക്കെ കണ്ടെത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട്. അതെല്ലാം സ്വീകരിച്ച് അവരെയും നിയന്ത്രിക്കാൻ സാധിക്കും. നാലാമതായി, ഫാമിലി റൂൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് പൊതുവേ കാണുന്ന ഒന്നാണ് വൈഫൈ ഉപയോഗം. എല്ലാ വീട്ടിലും വൈഫൈ ഉണ്ട്. അപ്പോൾ ആ വൈഫൈക്ക് കൃത്യമായ ഒരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്ര സമയമേ വീട്ടിൽ വൈഫൈ ഉപയോഗിക്കാവൂ എന്നുള്ളത്. ഇത് രക്ഷിതാക്കൾ തന്നെ ആദ്യം ശീലിക്കണം. രക്ഷിതാക്കൾ മാതൃകയാകണം. എന്നാലേ കുട്ടികളോട് പറയുമ്പോൾ അവർ അനുസരിക്കുകയുള്ളൂ. ഈ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫോണുകൾ എടുത്തു വെക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫോണുകൾ പൂർണ്ണമായി വാങ്ങി വെക്കുക. ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ഓഫ് സിസ്റ്റമൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഏത് ആപ്പാണോ അവർ ഉപയോഗിക്കുന്നത് അതൊരു ടൈം ലിമിറ്റ് വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇത് നിങ്ങൾക്ക് പറയാം, ഇതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. കാര്യം ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിച്ചാൽ നടക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ തന്നെ അതുപോലെയാണ്. പിന്നെ കുട്ടികളെ കാര്യം പറയണോ? ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരാമെന്ന് നാം മനസ്സിൽ വിചാരിച്ചാൽ ഇതെല്ലാം നടക്കും. പക്ഷേ ഘട്ടം ഘട്ടമായി നടക്കുകയുള്ളൂ. അതിന് ഒരു സമയമെടുക്കും. എല്ലാം കാത്തിരുന്ന് ക്ഷമിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇനി സൈക്കോ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികളുമുണ്ട്. അത് അഡിക്ഷൻ കൂടിയ കുട്ടികൾക്കുള്ളതാണ്. അവരെ നമ്മൾ വീട്ടിൽ നിയന്ത്രിച്ചാൽ സാധിക്കില്ല. അവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കണം. അവരാ രീതിയിലേക്ക് കൊണ്ടുപോയി അവരെയും മാറ്റിയെടുക്കാൻ സാധിക്കും.